ഒരു സൂപ്പർ പവറുള്ള വേർബാണ് ഡിഡ്. അപ്പോൾ അതെന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലെസൺ തന്നെ ഡിഡിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ഡിഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഉപയോഗങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഒന്ന്, നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട്, അതായത് പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് അത് അല്ല അല്ലെങ്കിൽ ഇല്ല എന്നൊക്കെ പറയാൻ, അതായത് നെഗറ്റീവ് ആക്കാൻ. രണ്ടാമത്, കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ. ഈ 2 കാര്യങ്ങൾക്കാണ് നമ്മൾ ഡിഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നമ്മളപ്പോൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് ഡിഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് പാസ്റ്റിൽ നടന്നൊരു കാര്യം നെഗറ്റീവ് ആക്കുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഞാൻ അനുവിനെ ഇന്നലെ സന്ദർശിച്ചു. അതിൻ്റെ സെൻറ്റൻസ് എന്തായിരുന്നു ഇംഗ്ലീഷിൽ? ഐ വിസിറ്റഡ് അനു യെസ്റ്റർഡേ. ഇനി എനിക്ക് പറയേണ്ടത് ഞാൻ അനുവിനെ ഇന്നലെ സന്ദർശിച്ചില്ല എന്നാണ്. അപ്പോൾ സന്ദർശിച്ചു എന്നുള്ളത് മാറ്റി സന്ദർശിച്ചില്ല എന്നാക്കണമെങ്കിൽ എനിക്ക് തീർച്ചയായും നോട്ട് എന്ന വാക്കിൻ്റെ ആവശ്യമുണ്ട്. പക്ഷെ അത് മാത്രം പോരാ. ഇവിടെയാണ് നമുക്ക് ഡിഡിൻ്റെയും കൂടെ സഹായം വേണ്ടി വരുന്നത്. അപ്പോൾ സെൻറ്റൻസ് എന്താവും? ഐ ഡിഡ് നോട്ട് വിസിറ്റ് അനു യെസ്റ്റർഡേ. അപ്പോൾ ഇവിടെ വന്ന വ്യത്യാസം എന്താണ്? സന്ദർശിച്ചു എന്ന് പറയാൻ ഞാൻ വിസിറ്റഡ് എന്ന് പറഞ്ഞു. സന്ദർശിച്ചില്ല എന്ന് പറയാൻ ആ വിസിറ്റഡ് എന്നുള്ളതിൽ ED മാറ്റി പകരം ഞാൻ ഡിഡ് നോട്ട് ആദ്യം ചേർത്തു. അപ്പോൾ എന്താ കിട്ടിയത്? ഐ ഡിഡ് നോട്ട് വിസിറ്റ് അനു യെസ്റ്റർഡേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തതെന്ന് മനസ്സിലായോ? ഡിഡ് നോട്ട് കഴിഞ്ഞിട്ട് ഞാൻ ആ വിസിറ്റ് എന്നുള്ള ബേസ് ഫോമാണ് ഉപയോഗിച്ചത്. എന്താ കാരണം? ഞാൻ ആദ്യം ഡിഡ് നോട്ട് എന്ന് പറഞ്ഞു അല്ലേ? അതിൽ ഡിഡ് തന്നെ പാസ്റ്റ് ടെൻസ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും വിസിറ്റഡ് എന്ന പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് തെറ്റാണ്. അതുകൊണ്ട് ഡിഡ് നോട്ട് വന്നതിന് ശേഷം ഞാൻ വിസിറ്റിൻ്റെ ബേസ് ഫോം, അതായത് ED ഇല്ലാത്ത ഫോമാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചുരുക്കി ഷോർട്ടൻ ചെയ്ത് പറയാം കേട്ടോ. അപ്പോൾ എന്താവും? ഐ ഡിഡ് നോട്ട് വിസിറ്റ് എന്നുള്ളത് ഐ ഡിഡൻറ്റ് വിസിറ്റ് എന്നാവും. ഐ ഡിഡൻറ്റ് വിസിറ്റ് അനു യെസ്റ്റർഡേ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അവൾ എന്നെ വിളിച്ചു. നമുക്കറിയാം എങ്ങനെ പറയണമെന്ന്. ഷീ കോൾഡ് മീ. ഇനി പറയേണ്ടത് അവൾ എന്നെ വിളിച്ചില്ല. എന്താ പറയുക? ഷീ ഡിഡ് നോട്ട് കോൾ മീ. ശ്രദ്ധിക്കണം, ഡിഡ് നോട്ട് കഴിഞ്ഞിട്ട് ബേസ് ഫോം. ഷീ ഡിഡ് നോട്ട് കോൾ മീ. അത് നമുക്ക് ചെറുതാക്കി ഷീ ഡിഡൻറ്റ് കോൾ മീ എന്നും പറയാം. ഇനി അടുത്തത്, അവൻ ഫുട്ബോൾ കളിച്ചു. എന്താ പറയുക? ഹീ പ്ലേഡ് ഫുട്ബോൾ. ഇനി പറയേണ്ടത് അവൻ ഫുട്ബോൾ കളിച്ചില്ല എന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഡിഡ് നോട്ട് കഴിഞ്ഞിട്ട് ആ വേർബിൻ്റെ പ്ലേഡിൻ്റെ ബേസ് ഫോം ഉപയോഗിക്കണം. അപ്പോൾ എന്താവും? ഹി ഡിഡ് നോട്ട് പ്ലേ ഫുട്ബോൾ, അതായത് ഹി ഡിഡൻറ്റ് പ്ലേ ഫുട്ബോൾ. നമുക്ക് ഈ സെൻറ്റൻസ് നോക്കാം. ഞങ്ങൾ ഊണ് കഴിച്ചു. അതിനെന്താ പറയുക? വി എയ്റ്റ് ലഞ്ച്. ഓർമ്മയുണ്ടല്ലോ, ഇതൊരു ഇറെഗുലർ വേർബാണ്. ഈറ്റഡ് എന്നല്ലല്ലോ, എയ്റ്റ് എന്നല്ലേ പറഞ്ഞേ. ഇനി എനിക്ക് പറയേണ്ടത് ഞങ്ങൾ ഊണ് കഴിച്ചില്ല എന്നാണ് കേട്ടോ. അപ്പോൾ മറന്നു പോരുത്, ഈറ്റാണ് ബേസ് ഫോം, അതിൻ്റെ പാസ്റ്റ് ഫോം ആയിരുന്നു എയ്റ്റ്. നമുക്കിവിടെ ഡിഡിൻറ്റ് ഉപയോഗിക്കണം അല്ലേ? അപ്പോൾ എന്താവും? വി ഡിഡിൻറ്റ്. ഇനി എന്താ ഉപയോഗിക്കുക? ബേസ് ഫോം. വി ഡിഡിൻറ്റ് ഈറ്റ് ലഞ്ച്. ഇതേ കാര്യം നമ്മൾ ഇങ്ങനെ പറഞ്ഞില്ലേ? വി ഹാഡ് ലഞ്ച്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ മറന്നു പോരുത് കേട്ടോ, ഹാഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ഫോമാണ്. ഇതിൻ്റെ ബേസ് ഫോം എന്തായിരുന്നു? ഹാവ്. അതാണ് നമുക്കിവിടെ ആവശ്യം. നമ്മൾ പറയാൻ പോകുന്നത് ഞങ്ങൾ ഊണ് കഴിച്ചില്ല എന്നാണ്. ഇത് പറയും വി ഡിഡിൻറ്റ് ബേസ് ഫോം ഉപയോഗിക്കുക. വി ഡിഡിൻറ്റ് ഹാവ് ലഞ്ച്. അപ്പോൾ ഈ സെൻറ്റൻസോ? അവൻ ഇന്നലെ വന്നു. ഹീ കെയിം യെസ്റ്റർഡേ. അപ്പോൾ ഇവിടുത്തെ വേർബ് കെയിം ആണല്ലോ, വന്നു എന്നുള്ളതിന്. ഇതിൻ്റെ ബേസ് ഫോം എന്താണ്? കം. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് അവൻ ഇന്നലെ വന്നില്ല എന്നാണ്. അപ്പോൾ എന്ത് പറയും? ഹീ ഡിഡിൻറ്റ് കം യെസ്റ്റർഡേ. കണ്ടോ, അവൻ ഇന്നലെ വന്നില്ല. ഹീ ഡിഡിൻറ്റ് കം യെസ്റ്റർഡേ. ഇനി അടുത്ത സെൻറ്റൻസും നമ്മൾ നേരത്തെ കണ്ടതാണ്. റീന ഹോംവർക്ക് ചെയ്തു. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞേ? റീന ഡിഡ് ദ ഹോംവർക്ക് അല്ലേ? അപ്പോൾ ഇവിടുത്തെ വേർബ് ഏതായിരുന്നു? ചെയ്തു എന്ന് പറയാൻ നമ്മൾ ഡിഡ് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ബേസ് ഫോം എന്താണ്? ഡു. ഡു ആണ് പാസ്റ്റ് ടെൻസിൽ ഡിഡായി മാറിയത് അല്ലേ? ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് ഇങ്ങനെയാണ് പറയേണ്ടത്. റീന ഹോംവർക്ക് ചെയ്തില്ല. അപ്പോൾ ചെയ്തില്ല എന്ന് പറയാൻ നമുക്ക് ഡിഡിൻറ്റിൻ്റെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ സെൻറ്റൻസ് എന്താവും? റീന ഡിഡിൻറ്റ്. ഇനി എന്താണ് വേർബിൻ്റെ ബേസ് ഫോം? ഡു. റീന ഡിഡിൻറ്റ് ഡു ദ ഹോംവർക്ക്. കണ്ടോ, ഈ സെൻറ്റൻസിൽ നമ്മൾ ഡിഡിൻറ്റ് എന്നും കണ്ടു, അത് കഴിഞ്ഞിട്ട് ഡു എന്നുള്ള വേർബും കണ്ടു. കാരണം ഇവിടെ നടക്കുന്ന പ്രവൃത്തി ചെയ്യുക എന്നുള്ളത് ഡു ആണ്. പക്ഷെ അത് ചെയ്തില്ല എന്നാക്കാൻ ഞാൻ ഡിഡിൻറ്റ് ഡു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട ഈ നെഗറ്റീവായിട്ടുള്ള സെൻറ്റൻസസ് ഞാനൊന്ന് എഴുതി കാണിക്കുക കേട്ടോ, ഒരുമിച്ച് ഒന്ന് ശ്രദ്ധിക്കൂ. ഐ ഡിഡിൻറ്റ് വിസിറ്റ്. ഷീ ഡിഡിൻറ്റ് കോൾ. ഹീ ഡിഡിൻറ്റ് പ്ലേ. വി ഡിഡിൻറ്റ് ഈറ്റ്. റീന ഡിഡിൻറ്റ് ഡു. കണ്ടു, ഇവിടെ പ്രവൃത്തികളെല്ലാം പലതാണ്. കോൾ, വിസിറ്റ്, പ്ലേ, ഈറ്റ്,
ഡു, അങ്ങനെ പല പല പ്രവൃത്തികൾ മാറി മാറി വന്നു. പക്ഷേ ഇതെല്ലാം ചെയ്തില്ല എന്ന് പറയാൻ ഞാൻ ഡിഡ് നോട്ട് എന്ന ഒരേ കാര്യം തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെ ആ ഡിഡ് നോട്ടിലുള്ള ഡിഡ് ഉണ്ടല്ലോ, അത് ബാക്കിയുള്ള എല്ലാ വേർബുകളെയും സഹായിക്കാൻ വേണ്ടി വന്ന ഡിഡാണ്. അപ്പോൾ അവസാനത്തെ സെൻറ്റൻസ് നോക്കൂ, റീന ഡിഡിൻറ്റ് ഡു. ആ ഡു എന്നുള്ളത് ശരിക്കുള്ള പ്രവൃത്തിയും അതിൽ ഡിഡിൻറ്റ് എന്നുള്ളതിൽ ഡിഡ് സഹായിക്കാൻ വന്ന വേർബുമാണ്. അത് ഓർമ്മയുണ്ടാവണം കേട്ടോ.